ഹേ എവ്രി വൺ വെൽക്കം ടു ബൈ ഫിദ. അപ്പോൾ ഇത് ഒരു അൺഫിൽറ്റേർഡ് ഫിദയുടെ എപ്പിസോഡാണ് കേട്ടോ. അൺഫിൽറ്റേർഡ് ഫിദ എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസസും എൻ്റെ ഒപ്പീനിയൻസും പിന്നെ എൻ്റെ പേഴ്സ്പെക്റ്റീവ്സിലുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഓപ്പണായിട്ട് വന്ന് ഷെയർ ചെയ്യുന്ന ഒരു സീരീസാണെന്ന് പറയാം. അപ്പം ഇതിൽ ഞാൻ പറയാൻ പോണത് നമ്മൾ MBBS കൊടുക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ട് സൊസൈറ്റി. അപ്പോൾ അതിന് മാത്രം ഉണ്ടോ ഇല്ലേ എന്ന് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ MBBS എൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര എന്തായിരുന്നു, എനിക്ക് തന്നെ എന്നെ സർപ്രൈസ് ചെയ്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ബിക്കോസ് ഞാൻ MBBS കയറിയത് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്റ്റേജസ് ഓഫ് ലൈഫ് ഉണ്ടാവില്ലേ. അപ്പം ഞാൻ MBBS കയറുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ലൈഫിലുള്ള സ്റ്റേജ് അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ MBBS കയറിയതിനു ശേഷം, അതായത് എൻ്റെ മൈൻഡ് സെറ്റ് അബൌട്ട് MBBS ഞാൻ കയറുന്നതിന് മുന്നേ മേ ബി എൻ്റെ ക്ലാസ്സിലുള്ളതും ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർട്ടിങ്ങിലും എന്നോട് എൻ്റെ സിസ്റ്റർ MBBS ആട്ടോ. അവൾ MBBS കഴിഞ്ഞ് ഇപ്പം MD ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവൾ MBBS ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഒത്തിരി ട്രൈ ചെയ്യുമ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയായിരുന്നു, നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് എന്തിനാ അത് MBBS കിട്ടാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നു അവൾക്ക് അങ്ങനെയൊക്കെ പറയാം, അവൾക്ക് കിട്ടിക്കഴിഞ്ഞല്ലേ MBBS, അപ്പോൾ അവൾക്ക് അങ്ങനെയൊക്കെ പറയാമല്ലോ. നമ്മൾ MBBS കഴിഞ്ഞ് വേറെ ആളുകളോട് ചോദിക്കുമ്പോഴും അവൾ ഈ സെയിം ഒപ്പീനിയൻ തന്നെ പറയുന്നത്, MBBS വേണ്ടിയിട്ടോ നിങ്ങൾക്ക് വേറെ എന്തിനെങ്കിലും പോയിക്കൂടെ, ഇത്രയും ലൈഫിൽ ഇത്രയും സമയം ഇതിന് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യുന്നുള്ള രീതിയിൽ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നു അവർക്കിതൊക്കെ പറയാം. പക്ഷേ സത്യം പറയട്ടെ, MBBS കയറിയതിന് ശേഷം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദേ വർ റൈറ്റ്. കാരണം ഇത് എൻ്റെതാണ് കേട്ടോ പറയുന്നത്, എൻ്റെ കാര്യത്തിന്. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടപ്പം എനിക്കങ്ങനെ തോന്നി. പക്ഷെ നമുക്ക് വേറൊരു ആംഗിളിൽ വേണമെങ്കിൽ തിങ്ക് ചെയ്യാം. ഞാൻ അത്ര ആഗ്രഹിച്ചൊരു സാധനത്തിന് വേണ്ടി നമ്മൾ അത്രയും കൊല്ലങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിനോടൊരു തെറ്റുണ്ടോ നിങ്ങൾ പറ? ഇല്ല. എന്നെ വെച്ച് നോക്കുമ്പോൾ എനിക്കത് തോന്നില്ല. പക്ഷേ ഇവിടെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആഗ്രഹിച്ച സാധനമൊക്കെ തന്നെയാണ് MBBS, അതൊക്കെ ഓക്കെ. MBBS കയറിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയിട്ടുണ്ട് ഞാനിത് ആഗ്രഹിച്ച സാധനമല്ല അത്. കാരണം നമുക്ക് ഉള്ളിൽ വന്ന കഴിയുമ്പോൾ നമ്മൾ അറിയുന്നത് MBBS എങ്ങനെയാണ്, ഇതിൻ്റെ ഈ പ്രൊഫഷൻ എന്താണ് ആവശ്യം എന്നുള്ളത്, ആ ഒരു നീഡിന് ഞാൻ ആപ്റ്റാണോ എന്നുള്ളത് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഇയർ എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഐ വാസ് ഷോക്ക്ഡ് ആക്ച്വലി. എനിക്ക് എൻ്റെ മെൻ്റൽ സിറ്റുവേഷൻ തന്നെ താളം തെറ്റിപ്പോയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് പിന്നെ ഞാനത് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇത് MBBS ഇങ്ങനെയാണ്. ഞാൻ ഏതായാലും MBBS കയറി, ഇനിയിപ്പോൾ എനിക്ക് അത് മാറ്റാൻ പറ്റില്ല. സോ ഞാൻ അതിനനുസരിച്ച് ആവുക, അത്രേ ഉള്ളൂ. അത് എൻജോയ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആവുക. കാരണം എനിക്കെപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആ പോകുന്ന ഡെസ്റ്റിനേഷൻ, നമ്മളിപ്പോൾ എത്തുന്ന ഒരു ഡെസ്റ്റിനേഷനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ജേണിയാണ്. അപ്പം ഒരിക്കലും ഞാൻ ഡോക്ടർ ആവുന്നത് എന്നതിലും ഞാൻ അതിന് എത്ര എൻജോയ് ചെയ്യണം എന്നുള്ളതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടാണ്ട് ചെയ്യുന്ന ഒരു വാല്യൂ ഞാൻ കാണുന്നില്ല. അപ്പം ഞാൻ ആ ഒരു പ്രോസസ്സും ഇഷ്ടപ്പെടണം എന്ന് മനസ്സിലാക്കി ഞാനത് ഇഷ്ടപ്പെടാൻ തുടങ്ങി. പക്ഷെ ഇപ്പം ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ആ ഹൈപ്പിനനുസരിച്ച് ഉണ്ടോ എന്നുള്ളത് പറയാണ്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയേക്കണത് അതൊക്കെ പേഴ്സ്പെക്റ്റീവിനനുസരിച്ചിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ MBBS വർത്ത് ദ ഹൈപ്പ്, ഈസ് MBBS വർത്ത് ദ ഹൈപ്പ്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതൊക്കെ പേഴ്സ്പെക്റ്റീവിനനുസരിച്ചിരിക്കും കേട്ടോ. എനിക്ക് തോന്നണത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വേർ വി ആർ സ്റ്റഡിങ്, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വേർ വി ആർ വർക്കിംഗ്, പിന്നെ നമ്മൾ ലിവ് ചെയ്യുന്ന സ്ഥലം, നമ്മൾ ജീവിക്കുന്ന സ്ഥലം, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം നമുക്ക് ചില കൺട്രീസിൽ നമുക്ക് ഭയങ്കര വർക്ക് ലോഡ് കൂടുതലാണ്, നമുക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ചില സ്റ്റേറ്റ്സിൽ നമുക്ക് ഭയങ്കര വർക്ക് ലോഡ് കൂടുതലാണ്, പക്ഷേ ഭയങ്കര സാലറിയും കിട്ടുന്നുണ്ട്. ബട്ട് ചില സ്റ്റേറ്റ്സിൽ, ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് അതിനൊക്കെ ഒരു എക്സാമ്പിളാണ്, നമ്മുടെ ഇവിടെ ഡോക്ടേഴ്സിന് കിട്ടുന്ന വാല്യൂ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഷ്യൻസിന് നല്ല വാല്യൂ കൊടുക്കും, പക്ഷേ ഡോക്ടേഴ്സിൻ്റെ വാല്യൂ ഐ ഡോണ്ട് തിങ്ക്. ഹെൽത്ത് കെയർ സിസ്റ്റം ഭയങ്കര നല്ല എന്നൊക്കെ പറയുന്നു. ബട്ട് ഐ തിങ്ക് നമ്മൾ ഈ ഡോക്ടേഴ്സിന് കൊടുക്കുന്ന വാല്യൂ, പിന്നെ മെഡിക്കൽ സ്റ്റുഡൻസിന് കൊടുക്കുന്ന വാല്യൂ, അതൊക്കെ വളരെ ഐ ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് സാലറി തന്നെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ PG ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ സാലറി കണ്ടോ നമുക്ക് മനസ്സിലാവും. ബാക്കി സ്റ്റേറ്റ്സിലൊക്കെ വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ നോക്കുമ്പം വീൽ ഫീൽ ചില സമയത്ത് നമുക്കൊരു ഒരു ഇറിറ്റേഷനൊക്കെ നമ്മുടെ ലൈഫിൽ വന്നു തുടങ്ങും. അപ്പം ഒരു സ്റ്റേജിനനുസരിച്ച് അത് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്തത് വന്ന് പറയുന്നുണ്ട്, പക്ഷേ എന്നെക്കാളും മുകളിൽ ഹൈറാർക്കിയിലുള്ള ഒരാളുണ്ടെന്ന് വെച്ചോ. ഇപ്പം PG ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ അതിൻ്റെയും മുകളിലും ഇപ്പോൾ ഒരു പ്രൊഫസർ, ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അല്ലെങ്കിൽ അസോസിയേറ്റ് പ്രൊഫസർ, അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ. അപ്പം ഇവർക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊന്നും തോന്നണമെന്നില്ല. അത് സ്റ്റേജിനനുസരിച്ചിരിക്കും ഓരോ. പക്ഷേ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ MBBS ചെയ്യുന്നൊരു ടൈം ലൈൻ അനുസരിച്ചിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു പൊസിഷനിലുള്ള ആളുകളൊക്കെ MBBS ചെയ്തത് ചിലപ്പം
നമ്മളിപ്പം ഒരു സിലബസിലാണ് പോകുന്നത്. സിലബസ് ഇൻ ദ സെൻസ് സിലബസും നമ്മുടെ സ്ട്രിക്ട്നെസ്സിൻ്റെ ബേസിസിലാണ് പോകുന്നത്. ചിലപ്പോൾ അവർ പഠിക്കുന്ന സമയത്ത് ഇത്ര സ്ട്രിക്റ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിലബസോ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ അവർ വളരെ ഈസി ആയിട്ട് MBBS കഴിഞ്ഞു പോയ ആൾക്കാരായിരിക്കും. ചിലപ്പോൾ അവർ ഇതിലും ബുദ്ധിമുട്ടി കഴിഞ്ഞു പോയ ആൾക്കാരായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഡിഫർ ചെയ്യും നമ്മൾ സ്റ്റേജസിനനുസരിച്ച്. പക്ഷെ ഓവറോൾ ഒരു കാര്യം പറയണ്ടേ, നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. അപ്പം എനിക്ക് തോന്നുന്നത്, ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഈസ് ലൈക്ക് ഹു ഈസ് ഏബിൾ ടു ഫുൾഫിൽ അതർ പീപ്പിൾസ് നീഡ്സ് ആൻഡ് മൈൻഡ്സ്. അപ്പം നിങ്ങൾക്ക് വേറെ ആളുകളുടെ സന്തോഷം കാണാനും ആ ഒരു ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഭയങ്കര നല്ല ഫീലിംഗ് ഇല്ലേ, അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വെച്ചോ. ലൈക്ക് യു വോണ്ട് ടു ബി എ ഡോക്ടർ ഇൻ ദ സെൻസ് നിങ്ങൾ ഭയങ്കര കൈൻഡ് ആയിരിക്കണം, നിങ്ങൾ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഒരിക്കലും നമ്മൾ MBBS എന്ന് പറഞ്ഞൊരു പ്രൊഫഷൻ ഭയങ്കര നിങ്ങൾ വിചാരിക്കുന്ന കൂളൊന്നുമല്ല. അങ്ങനെ നമ്മുടെ ഒരു യങ് ആയിട്ടുള്ള ഒരു ടൈം അതിനു വേണ്ടി ലൈക്ക് സാക്രിഫൈസ് എന്നൊക്കെ പറയാം, സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അതൊരിക്കലും ഒരു സാക്രിഫൈസ് അല്ല കേട്ടോ. ഇപ്പം ഇഷ്ടപ്പെടാത്ത ആളുകളെയാണ് അതിന് സാക്രിഫൈസ് ഉള്ള വാക്ക് യൂസ് ചെയ്യുക. നിങ്ങൾ ആ ഒരു ജേർണി ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് ആ ഒരു ഡെസ്റ്റിനേഷൻ ഇഷ്ടമാണെങ്കിൽ, അപ്പം നിങ്ങൾ ഡോക്ടർ ആവാൻ അത്രയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് കിട്ടിയ ഓരോരുത്തർക്കും ഓരോ പാഷൻസ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ഒരു നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കുന്ന ഒരു ജേർണിയാണ് അത്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ആ ഒരു ഇത് നിങ്ങൾ വെറുതെ ഹൈപ്പ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് ഹൈപ്പിനനുസരിച്ചുള്ള കാര്യമായിരിക്കും. പക്ഷെ എല്ലാവർക്കും ഇത് അങ്ങനെയല്ല. അപ്പം എനിക്കിത് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡോണ്ട് ജനറലൈസ്. നമ്മളെ സൊസൈറ്റി ഭയങ്കരമായിട്ട് ജനറലൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ആർക്ക് MBBS കിട്ടിയാലും ദേ ലവ് ഇറ്റ്, അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പം നമ്മൾ കുറേ പേരൻസൊക്കെ ഈ പിള്ളേരെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് പിന്നെ പിള്ളേരിന് കുറേ തെറ്റിദ്ധരിച്ച് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. എനിക്കൊക്കെ അങ്ങനെയാണ് പറ്റിയത്. അപ്പോൾ തെറ്റിദ്ധരിച്ച് വരുന്ന ആളുകളുണ്ട്. അതായത് എൻ്റെ പേരൻസ് ഒരിക്കലും എന്നെ പുഷ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. എൻ്റെ മാത്രം ഇഷ്ടത്തിനാണ് ഞാൻ ഇതിന് വന്നത്. അപ്പം അങ്ങനെ ഉള്ള ആളുകൾ, അങ്ങനെ ഒരു സൊസൈറ്റി അങ്ങനെ ഒരു ഇതിലേക്കാണ് പോകുന്നത്. അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ പറയണത്, ഇറ്റ് ഡിപ്പെൻസ്. അപ്പം നമ്മളൊരിക്കലും ഒരാളെ പുഷ് ചെയ്തിട്ടോ ഒന്നും ചെയ്യരുത്. അവർക്ക് അത്ര ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വിടാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ അവരുടെ ലൈഫ് തന്നെ പോകുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും. പിന്നെ ഭയങ്കര റിച്ച് ആവും അങ്ങനെയൊന്നും വിചാരിച്ചൊരിക്കലും വരരുത്. റിച്ച് ആവാൻ വേണ്ടി ഡോക്ടർ ആവാൻ വേണ്ടി വന്നാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം കഷ്ടപ്പെട്ടിട്ട് റിച്ച് ആവാൻ പറ്റും എന്നുവെച്ചാൽ എല്ലാം കഷ്ടപ്പെട്ടിട്ട് റിച്ച് ആവാൻ പറ്റും. പക്ഷേ ഇത് അത്യാവശ്യം നല്ല എമൗണ്ട് ഓഫ് കഷ്ടപ്പാട് തന്നെ വേണം. നമ്മൾ പഠിക്കുന്ന സമയത്തും കഷ്ടപ്പെടണം, പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്തും എല്ലാ രീതിയിലും കഷ്ടപ്പെടണം. നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. അപ്പം റിച്ച് ആവാൻ വേണ്ടി ഡോക്ടർ ആവുക എന്ന് പറയുന്നത് ഒരു പൊട്ടക്കാര്യമാണ് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതെൻ്റെ പേഴ്സ്പെക്റ്റീവാണ് കേട്ടോ ഞാൻ പറയുന്നത്. വേറെ ആളുകൾക്ക് പല കാര്യങ്ങളും ഓരോരുത്തർക്ക് ഓരോ സ്റ്റോറീസും ഓരോരുത്തരുടെ ലൈഫിൽ പറയാനുണ്ടാവും. ഇതെൻ്റെ എക്സ്പീരിയൻസും എൻ്റെ സ്റ്റോറിയുമാണ്. അപ്പം അത്രേ ഉള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും എന്തൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾ പറയുന്നതിനനുസരിച്ചല്ലേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്നുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം എന്നോ എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. അപ്പം അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.